വയനാട് സുഗന്ധഗിരിയിൽ ജനവാസ കേന്ദ്രത്തിൽ രാജവെമ്പാല ചേരയെ വിഴുങ്ങിയ നിലയിലായിരുന്ന രാജവെമ്പാലയെ RRT അംഗം ഷഫീഖ് കൽപ്പറ്റ എത്തി പിടികൂടി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത്, എപ്പോഴാണ് ഈ രാജവെമ്പാലയെ ഈ വീട്ടിന് മുറ്റത്ത് കണ്ടത്? ഇതാരാണ് ആദ്യം കണ്ടത്? ഒപ്പം എങ്ങനെയാണ് ഇതിനെ പിടികൂടിയത്? പ്രജൻ, ഇന്ന് വൈകിട്ട് 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സുഗന്ധഗിരി എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന നേരത്തെ തോട്ടഭൂമിയായിരുന്ന ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പതിച്ചുകൊടുത്ത തോട്ടം മേഖലയാണ്. അവിടെ ശരിക്കും വനത്തിന്റെ സ്വഭാവത്തിലുള്ള പ്രദേശം കൂടിയാണ്. നിരന്തരം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. ആനയടക്കം ഇറങ്ങുന്ന ഒരവസ്ഥ ഉള്ള പ്രദേശം കൂടിയാണിത്. ഇവിടെയാണ് അമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ജോൺസൺ എന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ചേരയെ ഓടിച്ചുകൊണ്ടാണ് ഈ രാജവെമ്പാല എത്തുന്നത്. ഇത് തുടർന്ന് ചേരയെ വിഴുങ്ങി. ഇതിനിടയിലാണ് വനം വകുപ്പിനെ വിവരം അറിയിച്ചത്. വനം വകുപ്പിന്റെ RRT സേനയിലെ ഒരാളാണ് ഷഫീഖ് കൽപ്പറ്റ. നിരന്തരം ഇങ്ങനെ പാമ്പുകളെ പിടികൂടുന്നതിൽ ആ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ഒരാളാണ് അദ്ദേഹം. നേരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരെ അമ്പയിലെത്തിയ ശേഷം ഈ പാമ്പിനെ ബാഗിലാക്കി. അത് സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി തന്നെ അതിന്റെ ബാഗിലാക്കി. അതിനുശേഷം മറ്റൊരു ഇടത്ത്, അതായത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏതെങ്കിലും പ്രദേശത്ത് അതിനെ വിടാനാണ് ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ നിരവധി പാമ്പുകൾ പിടികൂടിയ ഒരാൾ കൂടിയാണ് ഷഫീഖ്. എന്തായാലും ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. ഇവിടെ നിരന്തരം ഇത്തരത്തിൽ നേരത്തെ ഈ അമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ, സുഗന്ധഗിരി മേഖലയിൽ തന്നെ ഇത്തരത്തിൽ രാജവെമ്പാലയെ പിടികൂടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷഫീഖ് തന്നെ നിരവധി തവണ പിടികൂടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഒരു രാജവെമ്പാലയെ കൂടി ഈ മേഖലയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള രാജവെമ്പാലയാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. ചേരയെ വിഴുങ്ങിയ നിലയിലായിരുന്നു. RRT അംഗം ഷഫീഖാണ് അവിടെ എത്തി ഈ പാമ്പിനെ പിടികൂടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.